നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് പകരം ഭർത്താവ് ജോലിയെടുത്ത സംഭവത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടിക്ക് ആരോഗ്യവകുപ്പ് ശുപാർശ ചെയ്തതായി അറിയിച്ചെന്ന യൂത്ത് ലീഗ്. തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം കുഞ്ഞിന് മുലയൂട്ടാൻ ഇരിക്കുന്ന സമയത്താണ് ഭർത്താവ് ജോലിയെടുത്തെന്ന അവകാശവാദം തെറ്റാണെന്നും കുഞ്ഞിന് 2 വയസ്സോളം പ്രായമുണ്ടെന്ന് കണ്ടെത്തിയതായും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വനിതാ ഡോക്ടർക്ക് പകരം ഭർത്താവ് ജോലിയെടുക്കുന്നു എന്ന ആരോപണം വരികയും ഫോട്ടോ സഹിതം യൂത്ത് ലീഗ് പരാതി നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്യൂട്ടി DMO താലൂക്ക് ആശുപത്രിയിലെത്തുകയും പരാതിക്കാരുടെയും ഡോക്ടർമാരുടെയും മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തതായി DMOയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നതെന്ന് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് യു എ റസാഖ് പറഞ്ഞു. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഈ ആൾമാറാട്ടം നടത്തി ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് DMOയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി DMOയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലെത്തി അന്വേഷണം നടത്തുകയും ഞാനടക്കമുള്ളവരുടെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും തെളിവുകൾ ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് DMOക്ക് സമർപ്പിക്കുകയും DMO അത് ആരോഗ്യവകുപ്പിലേക്ക് കൈമാറുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ ഡോക്ടർക്ക് കൃത്യമായി കൃത്യനിർവഹണം നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല തെറ്റാണെന്ന് അവർ കണ്ടെത്തുകയും അതുമാത്രമല്ല ഈ വയസ്സുകളിലൊക്കെ കൃത്രിമം നടത്തുന്ന രൂപത്തിൽ 8 മാസം പ്രായമുള്ള കുട്ടി അവർക്കില്ല എന്നുള്ളതാണ് ഈ രീതിയിൽ കണ്ടെത്തിയത്. 2 വർഷത്തോളമായി ഇവർ ഈ തരത്തിൽ ആൾമാറാട്ടം നടത്തി വരുന്നുണ്ട് എന്നൊക്കെ അവർ കണ്ടെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി അവർ നടപടിക്ക് ശുപാർശ ചെയ്തു എന്നാണ് DMOയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുള്ളത്. നേരത്തെ താലൂക്ക് ആശുപത്രിയിൽ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവം വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ യൂത്ത് ലീഗും മറ്റ് സംഘടനകളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.